കവാടവും തോരണവും ഒരുക്കി മധുരം വിളമ്പി സ്കൂളുകൾ കുരുന്നുകളെ വരവേൽക്കുമ്പോൾ അടച്ചുപൂട്ടിയ സ്കൂൾ തുറക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ നാട്ടുകാർ. കളിച്ചിരികൾ നിറയേണ്ട മുറ്റം ഇന്ന് കാറ്റടിച്ചാൽ വീഴുന്ന അവസ്ഥയിലാണ്. 2022 അവസാനമായി ഏക വിദ്യാർത്ഥിയും പടിയിറങ്ങിയതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വന്നത്. 20 വർഷത്തിലേറെയായി കുരുന്നു മനസ്സിലേക്ക് വിദ്യ പകർന്നു നൽകിയ ഏക അധ്യാപിക റഷീദ ടീച്ചറും പിന്നീട് ആ സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയി. എയ്ഡഡ് സ്ഥാപനമാണെങ്കിലും കുട്ടികൾ ഇല്ലാതായതോടെ മാനേജ്മെന്റിനും ഒന്നും ചെയ്യാനായില്ല. 100ഓളം വർഷം പഴക്കമുള്ള സ്കൂൾ നാട്ടിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റിക്കും രൂപം കൊടുത്തു. എന്നാൽ മൂന്നാമത് വന്ന മാനേജ്മെന്റ് സ്കൂൾ നവീകരണത്തിന് താൽപര്യം കുറച്ചപ്പോൾ ജനകീയ കമ്മിറ്റി തന്നെ സ്കൂൾ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞ മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു. എന്നാൽ 20 വിദ്യാർത്ഥികളെ ചേർത്താൽ സ്കൂൾ പുനരാരംഭിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചതുമില്ല. ഇതിനിടയിൽ സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു. ഒരു നാടിന് അക്ഷര വെളിച്ചമേകിയ ഒരു സ്കൂൾ കൂടി അങ്ങനെ ഓർമ്മയായി. ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ മാനേജ്മെന്റുമായി സ്കൂൾ നിലനിർത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി അവർക്ക് ഇത്രയേറെ നഷ്ടമുണ്ടാക്കുകയാണെങ്കിൽ ആ സ്കൂൾ കൈമാറാൻ തയ്യാറുണ്ടോ, മറ്റേതെങ്കിലും മാനേജ്മെന്റുകൾക്ക് കൈമാറാൻ തയ്യാറുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചു. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി സ്കൂൾ വിലയ്ക്ക് വാങ്ങുന്ന രീതിയിൽ തരാൻ തയ്യാറുണ്ടോ എന്ന് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ മാനേജ്മെന്റ് ഇത് രണ്ടും തയ്യാറായില്ല. തന്നെയല്ല, സ്കൂൾ നിലനിർത്തേണ്ട കാര്യം വീണ്ടും ആവശ്യപ്പെട്ടപ്പോ മാനേജ്മെന്റ് പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു 20 കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂൾ ചേർത്ത് 20 കുട്ടികളെ സ്കൂൾ ചേർത്തി കഴിഞ്ഞാൽ സ്കൂൾ നിലനിർത്തേണ്ട കാര്യം നമുക്ക് പരിശോധിക്കാം